നമ്മുടെ ബാലയുടെ ഭഗവത് കേസരി എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്കാണോ ജനനായകൻ. ജനനായകന്റെ ആദ്യം ഇറങ്ങിയ പോസ്റ്റർ മുതൽ ഇന്നിപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് തേർഡ് സിംഗിളിന്റെ പോസ്റ്റർ വന്നതുവരെ നല്ല രീതിക്ക് ഭഗവത് കേസരിയുടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ജനനായകന്റെ ടൈറ്റിൽ പോസ്റ്റർ ദ ഫസ്റ്റ് റോർ. ഇതുപോലൊരു സെയിം സാധനം ഭഗവത് കേസരിക്ക് ഉള്ളത്, റോർ ഓഫ് കേസരി. അടുത്തൊരു സിമിലാരിറ്റി നോക്കുകയാണെങ്കിൽ വിജയ് സിനിമയിൽ പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. നമ്മുടെ ബാലയ്യോ സെയിം പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. പിന്നെ ഭഗവത് കേസരിയിൽ ഈ ഒരു സീനും പോലീസ് ഓഫീസറായിട്ട് വിജയ് വരുന്നതിന്റെ സീനും എവിടെയൊക്കെയോ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമായിരിക്കും, എന്തുകൊണ്ട് ബാലയുടെ ഭഗവത് കേസരി എന്നെ ചൂസ് ചെയ്തതെന്ന്. പുള്ളിയുടെ കരിയറിലെ അവസാനത്തെ മൂവിയായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പോയെന്ന്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സിനിമയുടെ കഥ തന്നെയാണ്. നിങ്ങൾ ഇനി ആ സിനിമ കാണാനൊന്നും പോകണ്ട, ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. പോലീസ് ആയിരുന്ന ഒരാൾ ഒരു മാസ് മർഡർ ചെയ്തിട്ട് കുറേ സിറ്റുവേഷൻസ് കാരണം ഒരു കൂട്ടം ആൾക്കാരെ കൊന്നിട്ട് ജയിലിൽ പോകും. ജയിലിൽ വെച്ചിട്ട് അയാളുടെ നല്ല ശീലങ്ങളൊക്കെ കണ്ടിട്ട് ജയിലിലെ സൂപ്രണ്ടിന് പുള്ളിക്കാരനോട് ഒരു ഇഷ്ടം തോന്നും. എന്നിട്ട് പുള്ളിക്കാരനെ കല്യാണം കഴിക്കാനൊന്നും അല്ല കേട്ടോ. എന്നിട്ട് സൂപ്രണ്ടിന്റെ മോളും ബാലയും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു, ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളി ഇവരുടെ കൂടെ തന്നെ വന്ന് താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സൂപ്രണ്ട് മരിച്ചു പോകും. പിന്നെ ആ കുട്ടിയെ കുറേ വർഷത്തേക്ക് ബാലയെ നോക്കും. ബാലയ്ക്ക് ആ കൊച്ചിനെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ലൊരു കുട്ടിയായിട്ട് വളരണം, നല്ലൊരു പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടായിട്ട് വളരണം എന്നാണ് പുള്ളിക്കാരൻ്റെ ആഗ്രഹം. പക്ഷേ ആ ഒരു കുട്ടിക്ക് അങ്ങനെ വളരണമെന്നൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കത്തില്ല. ഏതെങ്കിലും ഒരുത്തിനൊക്കെ കല്യാണം കഴിച്ചാൽ ആ ഒരു രീതിയിൽ സെറ്റിൽ ആവണമെന്നാണ് പുള്ളിക്കാരത്തിൻ്റെ ആഗ്രഹം. പിന്നെ പഠിക്കാത്ത ഉഴപ്പിയൊക്കെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് കുട്ടിയുടേത്. ഇനി ക്ലൈമാക്സിൽ ശ്രീലീല ആ കുട്ടി ഫൈറ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. അതിന് ജനനായകനെ അങ്ങനെ എടുത്ത് നോക്കുന്നൊന്നും അറിഞ്ഞൂടാ. ഈ സിനിമയിൽ ബാലയ്യ കുറച്ച് കുട്ടികളോട് സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു സീനൊക്കെ വിജയ് ചെയ്യുന്നതായിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കത്തിയിലെ കതിരേശനൊക്കെ വന്ന് മറ്റേ വെള്ളം പോകുന്ന പൈപ്പിൽ കൂടെ എഴുന്നേറ്റ് വന്നിട്ട് ഒരു ഡയലോഗൊക്കെ പറയത്തില്ലേ, അമ്മാതിരി ഒരു ഐറ്റം ഇതിനകത്തും കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം വിജയ് ഒരുപാട് റീമേക്കുകൾ ചെയ്തിട്ടുണ്ട്. പുള്ളി എത്രത്തോളം നന്നാക്കുമെന്ന് നമുക്കറിയാം. ഗില്ലിയൊക്കെ ഒരു റീമേക്ക് സിനിമ, എന്നിട്ട് ആ സിനിമയ്ക്ക് ഏത് ലെവലാണ് നമുക്ക് അറിഞ്ഞൂടെ. ആകെപ്പാടെ റീമേക്ക് ചെയ്തിട്ട് കൊള്ളാഞ്ഞത് കുരുവി മാത്രമേ ഉള്ളൂ. അത് വിട്, ഓട്ടെ അത് കരുതി തള്ളു. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ്. ബാക്ക് ടു ദ വീഡിയോ. ഇനി ഭഗവത് കേസരി ഫുള്ളായിട്ട് റീമേക്ക് ചെയ്തെന്ന് വെച്ചാലും സിനിമ നന്നായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സിനിമ കയറി കൊടുത്തിരിക്കും ഉറപ്പായിട്ടും. ഭഗവത് കേസരിൽ ഒത്തിരി തള്ളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ മാറ്റി എടുത്തുമായിരിക്കും തമിഴ് സിനിമ ആയതുകൊണ്ട്. ആ സിനിമ നമ്മുടെ മലയാളികൾ തന്നെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ആയാലും നമുക്ക് നല്ലൊരു ഭഗവത് കേസരി കിട്ടും ഉറപ്പായിട്ടും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കാര്യം കൂടെ പറയാം. തലപതി പൂർണ്ണമായിട്ട് സിനിമ നിർത്തുന്നോ ഇല്ലെന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, മേളി ഐപാഡിനും കൊടുത്തേക്കാം. ബാക്ക് ടു ദ വീഡിയോ. കേസരി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ്. ആ സിനിമ ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ കിട്ടിലുമായിരിക്കും. നമുക്ക് തലപ്പതിയിൽ മാസ് എലമെൻറ്റ്സ് ഇഷ്ടപ്പെടുത്തില്ലേ, അത് മാത്രമുള്ള സിനിമയിൽ ഫാൻസിനായാലും അല്ലാത്തവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഇഷ്ടം പോലും ഉണ്ട്. ആ തേർഡ് സിംഗിളിൻ്റെ അനൗൺസ്മെൻറ്റ് പോസ്റ്ററിൽ പോലും ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ആ കുട്ടിയായിരിക്കാം. കേസരിക്കകത്ത് കാജൽ ചെയ്തൊരു റോളുണ്ട്, അതായിരിക്കും പൂജ ഹെഡ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും അത് തന്നെയായിരിക്കും ചാൻസ് കൂടുതൽ. പിന്നെ ആ കുട്ടിയായിട്ട് ചെയ്ത ശ്രീലയിലേക്ക് വരും മമതാ ബൈജുവാണ്, അതും ആയിരിക്കാം. ഇനി ഞാൻ സ്പോയിലർ തരുന്നൊന്നും പറഞ്ഞ് എന്നെ മെക്കിട്ട് തരാനൊന്നും വന്നേക്കല്ലേ. നിങ്ങൾ ഈ ഒരു സീനൊക്കെ നോക്കിക്കേ, ബാലയെ വരുന്നൊരു സ്റ്റൈലുണ്ടോ. ഇത് വിജയ് ചെയ്താൽ എന്തായിരിക്കും പൊളിക്കും. ചെറിയ സിനിമയിൽ വിജയ് ഇൻട്രൂട്ട് ഉണ്ടല്ലേ, പുള്ളിക്കാരെ എൻജോയ് ചെയ്തിട്ടാണ് വരുന്നത്. ഇവന്മാരെയൊക്കെ സിമ്പിളായിട്ട് ഇരിച്ചാൽ ഞാനാണ് ഏറ്റവും വലുതവനെന്ന് കാണിച്ചു തരികയാണ്. ഒരു പ്രത്യേക ഫീൽ കിട്ടുന്നുണ്ട്, ഒരു മാസം മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്ത്. പിന്നെ ഈ സിനിമയായിട്ട് കൊണ്ട് ക്ലാഷൊക്കെ വെച്ചിട്ടുണ്ട്, അത് എന്തിനാണെന്നോ എന്തോ. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണണമെങ്കിൽ മേളി ഐപാഡിനെ കൊടുത്തേക്കാം. എനിക്ക് ബാലയുടെ സിനിമ അധികം ഇഷ്ടമൊന്നുമല്ല. ഈ സിനിമയെ റോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടു. അപ്പോൾ ഒരു ആഗ്രഹം ഒന്നും സിനിമ കാണാൻ. സിനിമ സൂപ്പർ സിനിമയാണ്, അടിപൊളി സിനിമയാണ്. പിന്നെ ജനനായകൻ്റെ ഫാൻ ഷോ തുടങ്ങുന്നത് 4 മണിക്ക് തന്നെയാണ്. ഇവിടെ ബബ്ബയ്ക്ക് പോലും 8 മണിക്ക് കിട്ടിയിട്ടുള്ളൂ, അണ്ണൻ്റെ 4 മണിക്കേ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സിനിമയുടെ ഭാഗത്തുനിന്ന് ചറവറ അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കും. നാളെ തേർഡ് സിംഗിൾ വരുന്നുണ്ട്, ശനിയാഴ്ച ഓഡിയോ ലൈൻ നടക്കാൻ പോകുന്നുണ്ട്. അന്ന് കുറേ അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ട്രെയിലറും വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെ പൊളിക്കുമല്ലേ. എനിക്ക് പനിയാണ്, എന്നിട്ട് നല്ല സ്ട്രെയിൻ എടുത്താണ് സംസാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ്. നാളെ ഇതിൽ നല്ലൊരു വീഡിയോ എത്താം. അതുവരേക്കും ബൈ.